നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ പൂരത്തിന്റെ വിളംബരമറിയിച്ച് നെയ്തിലക്കാവ് ഭഗവതി വടക്കുനാഥന്റെ തെക്കേ ഗോപുരനട തുറന്നു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ കുട്ടികളുടെ നാടകക്കളരി ആരംഭിച്ചു. തൃക്കൂർ പഞ്ചായത്തിലെ കള്ളായി റോഡിലെ അശാസ്ത്രീയ നിർമ്മാണം അപകടങ്ങൾക്ക് ഇടയാക്കുന്നു. ചാലക്കുടിയുടെ മനസ്സ് കവർന്ന് പ്രൊഫസർ C. രവീന്ദ്രനാഥ്. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരത്തിന്റെ വിളംബരമറിയിച്ച് നെയ്തിലക്കാവ് ഭഗവതി വടക്കുനാഥന്റെ തെക്കേ ഗോപുരനട തുറന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് നെയ്തിലക്കാവ് ഭഗവതിയോട് തിടമ്പേറ്റിയത്. നെയ്തിലക്കാവിലമ്മയുടെ എഴുന്നള്ളിപ്പോടെ തൃശൂർ പൂര ചടങ്ങുകൾക്ക് തുടക്കമായി. രാവിലെ ആറാട്ടിനു ശേഷമാണ് നെയ്തിലക്കാവിലമ്മ എറണാകുളം ശിവകുമാറിന്റെ തിടമ്പേറ്റി വടക്കുനാഥനിലേക്ക് പുറപ്പെട്ടത്. പാറമേക്കാവ് വഴി തേക്കിൻകാട്ടിലേക്ക് കയറിയ നെയ്തിലക്കാവിലമ്മ മണികണ്ഠനാലിലെത്തി. അവിടെ നിന്നും പാണ്ടിമേളത്തിന്റെ അകമ്പടിയിലാണ് ശ്രീമൂലസ്ഥാനത്ത് എത്തിയത്. പ്രദക്ഷിണ വഴിയിലൂടെ വടക്കുനാഥനെ വലം വെച്ച് 12:15 തെക്കേ ഗോപുരം തുറന്ന് പുറത്തിറങ്ങി. പുറത്ത് കാത്തു നിൽക്കുന്നവർക്ക് നേരെ തുമ്പി ഉയർത്തി പൂര വിളംബരം അറിയിച്ചു. വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ ശിവകുമാറിനെ പുഷ്പവൃഷ്ടിയോടെ വരവേറ്റു. ഇനിയുള്ള 1.5 നാൾ നാദമേള വർണ്ണ വിസ്മയങ്ങളുടെ വിസ്മയമായിരിക്കും. പൂരത്തിനെത്തുന്ന 90 ആനകളുടെ ഫിറ്റ്നസും പൂർത്തിയായി. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ കുട്ടികളുടെ സൗജന്യ നാടക പരിശീലന കളരി പ്രമുഖ ചലച്ചിത്ര നാടക പ്രവർത്തകൻ രാജേഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ആളൂർ ഗ്രാമപഞ്ചായത്തും ഗ്രാമികയും ചേർന്നൊരുക്കുന്ന ദേശക്കാഴ്ച കലാ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന നാടക ക്യാമ്പിൽ UP ഹൈസ്കൂൾ തലത്തിൽ 55 കുട്ടികളാണ് പങ്കെടുക്കുന്നത്. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാക്കളായ ലിജി പ്രദീപ്, മാസ്റ്റർ ഡാവിഞ്ചി എന്നിവർ മുഖ്യാതിഥികളായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, അംഗം മിനി പോളി, നാടൻപാട്ടു കലാകാരൻ രമേശ് കരിന്തലക്കൂട്ടം, ചിത്രകാരൻ സുരേഷ് മുട്ടത്തി, നാടക പ്രവർത്തക നിധി S. ശാസ്ത്രി, ക്യാമ്പ് ഡയറക്ടർ സലീഷ് പത്മിനി സുബ്രഹ്മണ്യൻ, ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ, EK മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് തൃശൂർ രംഗചേതന നുറുങ്ങു നാടകങ്ങൾ അവതരിപ്പിച്ചു. ക്യാമ്പിൽ രൂപം കൊള്ളുന്ന നാടകം ദേശക്കാഴ്ചയുടെ ഭാഗമായി മെയ് 3 നാടകരാവിൽ അവതരിപ്പിക്കും. ഏത് ബുദ്ധിയാണ് തന്റെ ഏറ്റവും മികച്ചതെന്ന് കണ്ടെത്തലാണ് വിദ്യാഭ്യാസം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ചെറുപ്പത്തിലെ തന്നെ കണ്ടെത്തിയ മനുഷ്യരാണ്. അവരുടെ മേഖല ഏതാണ് അത് കണ്ടെത്തൽ തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസം. നമ്മുടെ മേഖല ഏതാണ്, നമ്മൾ പലതിലും ശരാശരി ഒരു കാര്യത്തിൽ മികച്ചതായി മാറുന്ന കുട്ടികളായിരിക്കും. അങ്ങനെ ചെറുപ്പത്തിലെ കണ്ടെത്തിയ മനുഷ്യന്മാരാണ് അല്ലെ. ഇപ്പൊ സച്ചിൻ എന്തായിരുന്നു, വെറുതെ ഒരു വടിയെടുത്ത് കളിച്ചപ്പോ അച്ഛനാണ് ബാറ്റ് കൊടുത്തത്. തൃക്കൂർ പഞ്ചായത്തിലെ കള്ളായി റോഡിലെ അശാസ്ത്രീയ നിർമ്മാണം അപകടങ്ങൾക്ക് ഇടയാക്കുന്നു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 25 ലക്ഷം രൂപ ചെലവിൽ പണിതീർത്ത റോഡിന്റെ കള്ളായി ഭാഗത്താണ് അപകടക്കെണിയായി മാറിയത്. ടാറിങ്ങും കോൺക്രീറ്റിംഗും ചേരുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത റോഡ് ഉയർന്നു നിൽക്കുന്നതാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത്. കയറ്റമുള്ള ഭാഗത്ത് 1 അടിയോളം ഉയരത്തിലാണ് ഹമ്പ് മാതൃകയിൽ റോഡിന്റെ അവസ്ഥ. ഇറക്കത്തേക്ക് വരുന്ന വാഹനങ്ങൾ ഈ ഭാഗം തിരിച്ചറിയാതെ ഇതിൽ പെടുകയാണ് പതിവ്. അടുത്ത ദിവസങ്ങളിലായി 7 ഇരുചക്ര വാഹനങ്ങളും 1 കാറും ഇവിടെ അപകടത്തിൽപ്പെട്ടു. ഇരുചക്ര വാഹനത്തിന് പുറകിലിരുന്ന സ്ത്രീകളാണ് തെറിച്ചു വീണ് പരിക്കേറ്റവരിൽ ഏറെയും. തൊട്ടടുത്തെത്തുമ്പോഴാണ് ഈ അപകടാവസ്ഥ ഡ്രൈവർമാർ അറിയുന്നത്. വലിയ വാഹനങ്ങളാണെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ഇടുന്നത് മൂലം വാഹനത്തിനുള്ളിൽ തന്നെ യാത്രക്കാർ വീഴുന്നതും പതിവാണ്. കയറ്റം കയറുന്ന വാഹനങ്ങൾ ഈ ഭാഗം കടക്കാൻ പെടാപ്പാടുപെടുകയാണ്. ഭാരവാഹനങ്ങൾ ഓഫായി പുറകിലേക്ക് ഇറങ്ങാറുണ്ടെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ടില്ലെന്നു മാത്രം. പുലിക്കണ്ണിയിൽ നിന്ന് കല്ലൂർ ഭാഗത്തേക്കുള്ള പ്രധാന റോഡിലാണ് ഈ ദുരവസ്ഥ. 1 വർഷം മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് പഞ്ചായത്ത് എഞ്ചിനീയർ വിഭാഗം സന്ദർശിച്ച് ഗതാഗത യോഗ്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അപകടങ്ങൾ പതിവായതോടെ ഉയർന്നു നിൽക്കുന്ന റോഡ് പൊളിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. സമീപവാസിയാണ് പെയിന്റ് അടിച്ച് ഈ ഭാഗം യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച റോഡിൽ അശാസ്ത്രീയമായ പ്രവൃത്തികൾ നടത്തി യാത്രക്കാരെ ദുരിതത്തിലാക്കിയ ഉദ്യോഗസ്ഥർക്കും കരാറുകാരനുമെതിരെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അടിക്കേണ്ട സ്ഥിതിയിലാണ്. അങ്ങനെ വളരെ പണിയിച്ചതാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ
എഞ്ചിനീയർമാരും വർക്ക് സൂപ്രണ്ടും ഒക്കെ ഒന്ന് പഠിച്ചതാണ്. ചാലക്കുടിയുടെ മനസ്സ് കവർന്ന് പ്രൊഫസർ സി രവീന്ദ്രനാഥ്. പര്യടനത്തിൽ പങ്കെടുക്കാനെത്തിയത് നൂറുകണക്കിന് പേർ. പൊതുപര്യടനത്തിനെത്തിയ ചാലക്കുടി കോടതി സമുച്ചയം സന്ദർശിച്ച സ്ഥാനാർത്ഥിക്ക് സഞ്ജയ് എസ് ജെയിനും സത്യനാരായണനും ചേർന്നെഴുതിയ ബേസിക് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന പുസ്തകം നൽകിയായിരുന്നു അഭിഭാഷകർ സ്വീകരിച്ചത്. കോഴിക്കോട് സർവകലാശാലയിൽ 2018-23 വർഷം BBA LLB കോഴ്സിൽ 1ാം സ്ഥാനം നേടിയ കൂടപ്പുഴ കരിയാടൻ വീട്ടിലെ അഡ്വക്കേറ്റ് വർണ്ണന വത്സനെ വീട്ടിലെത്തി അഭിനന്ദിച്ച അദ്ദേഹം തുടർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി. കൃഷ്ണൻ നമ്പീശൻ എഴുതിയ ഒരു തുറന്ന പുസ്തകം എന്ന കൃതി സമ്മാനിക്കുകയും ചെയ്തു. നിർധന വിദ്യാർത്ഥികൾക്കായി നോട്ട് പുസ്തകങ്ങളും സമ്മാനിച്ചു. ചാലക്കുടി മണ്ഡലത്തിലായിരുന്നു വ്യാഴാഴ്ചത്തെ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത്. ചാലക്കുടി നഗരസഭ, കാടുകുറ്റി, കൊരട്ടി, പരിയാരം, കോടശ്ശേരി, കൊടകര, മേലൂർ പഞ്ചായത്തുകളിലൂടെ തുറന്ന വാഹനത്തിലെത്തിയ പ്രൊഫസർ സി രവീന്ദ്രനാഥിന് വൻ വരവേൽപ്പായിരുന്നു ലഭിച്ചത്. ഇരുചക്ര വാഹനങ്ങളിൽ ഉൾപ്പെടെ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരായിരുന്നു അദ്ദേഹത്തെ അനുഗമിച്ചത്. കാരക്കുളത്ത് നാടിൽ വെച്ച് സ്വന്തമായി വരച്ച സ്ഥാനാർത്ഥിയുടെ രേഖാചിത്രം സമ്മാനിച്ചായിരുന്നു വേങ്ങപുരത്തിൽ വീട്ടിൽ അഭിനവ് സ്വീകരിച്ചത്. കയ്യിൽ കരുതിയ മിഠായികൾ തിരികെ നൽകിയായിരുന്നു സ്ഥാനാർത്ഥി നന്ദി അറിയിച്ചത്. ചാലക്കുടി മാർക്കറ്റിൽ വളരെ വിപുലമായ സ്വീകരണമായിരുന്നു തൊഴിലാളികൾ ഒരുക്കിയിരുന്നത്. രാഷ്ട്രീയ ഭേദമന്യേ തൊഴിലാളികൾ അണിനിരന്നത് ആവേശമായി. പൊതുപര്യടനം മണ്ടിക്കുന്നിൽ എത്തിയപ്പോൾ സ്ഥാനാർത്ഥിയെ കാത്തുനിൽക്കുകയായിരുന്നു 85-കാരിയായ ഓമംഗലത്ത് വീട്ടിൽ തങ്കമണി. പ്രായത്തിന്റെ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും കണ്ടു സംസാരിച്ച് വിജയാശംസകൾ നേർന്നായിരുന്നു മടങ്ങിയത്. ഇളംചേരിയിൽ 87-കാരി തെക്കേക്കുടിയിൽ ജാനകിയും ആരോഗ്യ പ്രശ്നങ്ങളെ മാറ്റി നിർത്തിയായിരുന്നു രവീന്ദ്രനാഥിനെ കാണാൻ എത്തിയത്. സിലബസ് എന്ന പുസ്തകം സമ്മാനിച്ചായിരുന്നു ജാനകി മടങ്ങിയത്. മേലൂർ പള്ളിനടയിൽ 9 വയസ്സുകാരി ദേവഗായത്രി എല്ലാ കേരളീയരും വായിച്ചറിയാൻ എന്ന പുസ്തകം നൽകിയാണ് സ്വീകരിച്ചത്. തുടർന്ന് പോൾസൺ ഡിസ്റ്റിലറി സന്ദർശിച്ച് തൊഴിലാളികളോടും ജീവനക്കാരോടും വോട്ട് തേടി. മുൻ MLA BD ദേവസി, LDF നേതാക്കളായ UP ജോസഫ്, CK അഷ്റഫ്, KS അശോകൻ, CK ശശി, അഡ്വക്കേറ്റ് PA മാത്യു, ഡെന്നിസ് K ആന്റണി, ജോസ് പൈനാടത്ത്, ജോർജ് V ഐനിക്കൽ, CP സജീവൻ, PP ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹോം വോട്ടിംഗ്. ജില്ലയിൽ 7928 പേർ വോട്ട് രേഖപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഭിന്നശേഷിക്കാർ, 85 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർ എന്നീ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആബ്സെന്റി വോട്ടർമാരിൽ 7928 പേർ ഹോം വോട്ടിംഗ് സംവിധാനത്തിലൂടെ വോട്ട് രേഖപ്പെടുത്തി. ഏപ്രിൽ 17 വരെയുള്ള കണക്കാണിത്. ചാലക്കുടി നിയോജക മണ്ഡലത്തിലാണ് കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത്, 785 പേർ. ഗുരുവായൂരിലാണ് കുറവ്, 335 പേർ. ചേലക്കര 626, കുന്നംകുളം 600, വടക്കാഞ്ചേരി 704, മണലൂർ 733, ഒല്ലൂർ 458, തൃശൂർ 489, നാട്ടിക 567, ഇരിഞ്ഞാലക്കുട 691, പുതുക്കാട് 644, കയ്പമംഗലം 530, കൊടുങ്ങല്ലൂർ 766 എന്നിങ്ങനെയാണ് മറ്റു മണ്ഡലങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തിയ കണക്ക്. ജില്ലയിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന 5988 പേർ, 85 വയസ്സിന് മുകളിലുള്ള 12507 പേർ ഉൾപ്പെടെ 18495 പേരാണ് ഹോം വോട്ടിങ്ങിന് അർഹരായിട്ടുള്ളത്. ഏപ്രിൽ 21 വരെ പോലീസ്, വീഡിയോഗ്രാഫർ, മൈക്രോ ഒബ്സർവർ, പോളിംഗ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വീടുകൾ സന്ദർശിച്ചാണ് വോട്ട് രേഖപ്പെടുത്താൻ അവസരം ഒരുക്കുന്നത്. പുതുക്കാട് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പര്യടനം നടത്തി. രാവിലെ മുപ്പിളിയം കുഞ്ഞക്കരയിൽ നിന്നും ആരംഭിച്ച പര്യടനം വരദരപ്പള്ളി, തൃക്കൂർ, നെന്മണിക്കര, അളഗപ്പ നഗർ പഞ്ചായത്തുകളിൽ വോട്ട് അഭ്യർത്ഥിച്ചു. തൃക്കൂർ ആദൂർ കോളനിയിൽ എത്തിയ സുരേഷ് ഗോപിക്ക് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ സ്വീകരിച്ചു. ആമ്പലൂർ, വടക്കുമുറി, കോനിക്കര, എറവക്കാട് എന്നിവിടങ്ങളിലും സുരേഷ് ഗോപി പര്യടനം നടത്തി. ഉച്ചതിരിഞ്ഞ് ചെങ്ങാലൂർ സൂര്യഗ്രാമം കപ്പേളയ്ക്ക് സമീപത്ത് നിന്ന് നിരവധി ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ പര്യടനം ആരംഭിച്ച് പുതുക്കാട് തുറവിൽ സമാപിച്ചു. KK അനീഷ് കുമാർ, A നാഗേഷ്, VV രാജേഷ്, അരുൺകുമാർ പന്തലൂർ, AG രാജേഷ് എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. മനസ്സറിഞ്ഞ് ഇത്തവണ അവസരം എന്റതും പാഴാവരുത്, ആ അവസരം നിങ്ങളുടേതാണെന്ന് ഞാൻ തെളിയിക്കും. നിങ്ങളുടെ മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു വോട്ടായാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വർത്തിക്കുന്നവനായിരിക്കുമെന്ന് വാക്ക് തരുന്നു. പറമ്പിക്കാട്ടിൽ ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലെ വെള്ളാട്ട് മഹോത്സവം ഏപ്രിൽ 19, 20, 21 തീയതികളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 20 വൈകിട്ട് 5:30 വെള്ളാട്ട് തുടക്കം കുറിച്ച് എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നത്. നാടൻ കലാരൂപങ്ങളായ തെയ്യം, കാളകളി തുടങ്ങിയവയ്ക്കൊപ്പം താലമേള ഘോഷത്തോടെ എഴുന്നള്ളിപ്പ് നടക്കും. മറ്റുള്ള വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പറമ്പിക്കാട്ടിൽ വിഷ്ണുമായ ക്ഷേത്രത്തിൽ 8 കളങ്ങൾ വെള്ളാട്ട് മഹോത്സവത്തിൽ പൂജിക്കുന്നുണ്ട്.
വടക്കൻ ചൊവ്വ പ്രതിഷ്ഠയുള്ള അപൂർവങ്ങളിൽ ഒന്നാണ് പറമ്പിക്കാട്ടിൽ ശ്രീ വിഷ്ണുമായ ക്ഷേത്രം. ഏപ്രിൽ 19 വൈകിട്ട് 6 മണിക്ക് ഭക്തരുടെയും കുടുംബ അംഗങ്ങളുടെയും കലാപരിപാടികൾ ഉണ്ടായിരിക്കും. കൂടാതെ മേലൂർ നാട്ടുപന്തൽ അവതരിപ്പിക്കുന്ന നാടൻപാട്ടും നൃത്തനൃത്യങ്ങളും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ സിൽജോ വിജയൻ പ്രസിഡന്റ്, ഷൺമുഖൻ കൊച്ചുരാമൻ സെക്രട്ടറി, ഷിബു ശങ്കരൻ ട്രഷറർ, ഷാജി ഷൺമുഖൻ ജോയിന്റ് സെക്രട്ടറി, മണിക്കുട്ടൻ വൈസ് പ്രസിഡന്റ്, അരുൺ രവി ജോയിന്റ് സെക്രട്ടറി, അഭിലാഷ് രാമൻകുട്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്നിവർ പങ്കെടുത്തു. പറമ്പിക്കാട്ടിൽ ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലെ വെള്ളാട്ട് മഹോത്സവം ഈ വരുന്ന വെള്ളി ശനി ഞായർ ഏപ്രിൽ 19, 20, 21 തീയതികളിലായിട്ട് ആഘോഷിക്കുകയാണ്. എല്ലാ വർഷവും 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഈ വർഷം 3 ദിവസമായിട്ട് ആഘോഷിക്കുകയാണ്. വീട്ടുകാർക്കൊപ്പം പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്തിരുന്ന വോട്ടിംഗ് രീതിക്ക് മാറ്റം. വോട്ടറെ തേടി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തി കൊണ്ടുപോയി. 87-ാം വയസ്സിൽ വീട്ടിലിരുന്ന് വോട്ട് ചെയ്ത സന്തോഷത്തിലാണ് കൊരട്ടി കുലയിടം വാഴപ്പള്ളി സ്വദേശിയായ മറിയാമ്മ. മുകുന്ദപുരത്തും ചാലക്കുടി മണ്ഡലത്തിലുമായി പനമ്പിള്ളി ഗോവിന്ദമേനോൻ, കെ കരുണാകരൻ തുടങ്ങി ഒട്ടനവധി പ്രമുഖർക്ക് വോട്ട് ചെയ്തിട്ടുള്ള മറിയാമ്മ അമ്മൂമ്മയ്ക്ക് പുതിയ വോട്ടിംഗ് രീതി ഏറെ ഇഷ്ടമായി. തിക്കും തിരക്കുമില്ലാതെ വീട്ടിലിരുന്ന് ഇഷ്ടപ്പെട്ടവർക്ക് വോട്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് രംഗത്തെ മാറ്റം. മഷി പുരട്ടിയ കോലുപയോഗിച്ച് ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യുവാൻ ഒരുപാട് സമയം കാത്തുനിന്നായിരുന്നു വോട്ട് ചെയ്തിരുന്നിടത്താണ് മറിയാമ്മ വരീത് വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ വീട്ടിലിരുന്ന് 87 വയസ്സിൽ വോട്ട് ചെയ്യുവാൻ സാധിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥർ 2 ദിവസമായി വീട്ടിൽ എത്തുമെന്ന് പറഞ്ഞിരുന്നതിനാൽ അവർ വരുന്നതിന്റെ ആകാംക്ഷയിലായിരുന്നു മറിയാമ്മ. വോട്ട് ചെയ്തതിന് ശേഷം വളരെ സന്തോഷമുണ്ടെന്ന് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ എന്ന് മറിയാമ്മ പറഞ്ഞു. വോട്ട് ചെയ്തിട്ട് എന്തൊരു തോന്നിയേ? വോട്ട് ചെയ്തിട്ട് സന്തോഷം തോന്നി. ഇത് ആദ്യമായിട്ടല്ലേ ഇവിടെ വീട്ടിൽ വന്ന് ചെയ്യണേ? ആദ്യമായിട്ട്. വീട്ടിൽ വന്ന് ചെയ്യണതാണ് ഇഷ്ടം അതോ പുറത്ത് പോയിട്ട് അവിടെ പോയി ചെയ്യണതാണ് ഇഷ്ടം? ഇവിടെ വന്നിട്ട് ചെയ്യുന്നത് ഇഷ്ടം. എന്തുകൊണ്ടാ? അത്ര വഴിയാണ് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. വാർദ്ധക്യത്തിലും വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ് ഇതുപോലെയുള്ള വോട്ടർമാർ. രാവിലെ 9 മണി മുതൽ ആരംഭിക്കുന്ന വോട്ട് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. മൈക്രോ ഒബ്സർവർ ഗോപാലകൃഷ്ണൻ, ഓഫീസർമാരായ KN നിഷ, KB സുഗന്ധി, ഫോട്ടോഗ്രാഫർ അജസ്, പോലീസ് ഉദ്യോഗസ്ഥരായ ശ്രീനാഥ്, ജയൻ, ടെസി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6765 രൂപ, പവന് 54,120 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പൂരത്തിന്റെ വിളംബരമറിയിച്ച് നെയ്തലക്കാവ് ഭഗവതി വടക്കുനാഥന്റെ തെക്കേ ഗോപുരനട തുറന്നു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ കുട്ടികളുടെ നാടകക്കളരി ആരംഭിച്ചു. തൃക്കൂർ പഞ്ചായത്തിലെ കള്ളായി റോഡിലെ അശാസ്ത്രീയ നിർമ്മാണം അപകടങ്ങൾക്ക് ഇടയാക്കുന്നു. ചാലക്കുടിയുടെ മനസ്സ് കവർന്ന് പ്രൊഫസർ C. രവീന്ദ്രനാഥ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.